ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട കട്ടപ്പന മാർക്കറ്റിലേക്കുള്ള തിരക്കാണ്, ബംഗാളികളുടെ തിരക്കാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ചെറിയ സ്വർണ്ണക്കടയുടെ ഒരു സെറ്റപ്പ് പോലെയാണ് തോന്നിയിരിക്കുന്നത്. ഇവിടെ മുഴുവൻ ആളുകൾ നിരന്നിരിക്കുകയാണ്. രണ്ട് സൈഡിലും ആളുകൾ നിരന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ എല്ലാം അതുപോലെ ആളുകളാണ്. അതുകൊണ്ടോ പടം സ്റ്റാച്ചു പിടിക്കുന്ന സ്ഥലമാണ്. സ്റ്റാച്ചു പിടിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിയ മുഴുവൻ എല്ലാ സ്ഥലത്തും കച്ചവടക്കാർ തൊട്ട് സകലതും ബംഗാളികൾ മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ഒരു ദിവസം കൊണ്ട് 10,000-കണക്കിന് ആൾക്കാരാണ് കട്ടപ്പന സ്റ്റാൻഡിൽ ഒത്തുകൂടുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾ ഒത്തുകൂടുന്നത്. ഇന്ന് വരെ ഞാൻ വന്നപ്പോൾ ഇത്രയും ആളുകളെ കണ്ടിട്ടില്ല. എങ്കിലും ഇന്ന് വന്നപ്പോൾ ഇത്രയും ആളുകളെ കണ്ടതിൽ വളരെ സന്തോഷം. കാരണം കേരളത്തിലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ പണിക്ക് പോകുന്ന ആളുകളാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ബംഗാളിലുള്ള സർവ്വ ആൾക്കാരോട് ഒന്ന് ജോലി ചെയ്യുന്നുണ്ടോ? കേരളത്തിലുള്ള ആൾക്കാർക്ക് പണിയില്ല, പക്ഷേ ബംഗാളികൾക്ക് നിറച്ച് പണിയാണ്, ഇഷ്ടം പോലെ പണിയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണിത്. 10,000-കണക്കിന്, 1,000 അല്ല, 2,000 അല്ല, 3,000 അല്ല, 10,000-കണക്കിന് ആളുകൾ. ഒരു ഉത്സവമല്ല, 2 ഉത്സവത്തിനുള്ള ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ചെറിയ പിള്ളേർ തൊട്ട് വലിയ പിള്ളേർ, സകല ആളുകൾ. അവർ കുടുംബ സംഗീതമാണെങ്കിൽ വന്നിരിക്കുന്നത്. 1-2 സംസ്ഥാനത്തെ ആളുകളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീകയാണ് കാണുന്നത്. അവർ ഇതിൽ തിങ്ങി നിറഞ്ഞ് നടക്കുകയാണ്. മലയാളികൾ ഒറ്റ ഓർമ്മയില്ല. മലയാളികളായിട്ട് ഞാൻ മാത്രം ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും. മറ്റ് മലയാളികൾ കൂടുതലായിരുന്നെങ്കിൽ പ്രശ്നങ്ങളുണ്ടായേനെ. പക്ഷേ ഇവിടെ അങ്ങനെ മദ്യം അടിച്ച് നടക്കുന്നവരൊന്നും കാണാനില്ല. 1-2 പേരൊക്കെ ഉള്ളൂ. എങ്കിലും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് കാണുന്നത്. കൃത്യമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. എല്ലാം അവിടുന്ന് ആളുകൾ ഇറങ്ങി വരുന്നു, അങ്ങോട്ട് കയറി പോകുന്നു. എങ്കിലും മദ്യം അടിച്ച് നടക്കുന്ന ആൾക്കാരെ ആരും കാണുന്നില്ല. 1-2 പേരൊക്കെ ഉള്ളൂ. ഇത് അത്ഭുതകരമാണ്. എറണാകുളത്ത് നമ്മൾ ചെന്ന് നിൽക്കുന്ന അതേ ഒരു ഇതാണ് നമുക്ക് തോന്നിക്കുന്നത്. ഏറ്റവും കൂടുതൽ പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ്. എന്നാൽ ഹൈ റേഞ്ചിൽ ഇതുപോലെ ആളുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കട്ടപ്പന സ്റ്റാൻഡിലോട്ട് ഇറങ്ങി വരുവാണ്. കട്ടപ്പന സ്റ്റാൻഡിൽ മലയാളികളെല്ലാം ഒതുങ്ങി മാറി നിൽക്കുകയാണ്. വണ്ടികളിൽ മാത്രമേ യാത്രയുള്ളൂ. അത്ഭുതകരമെന്ന് പറയാം. ഇതുപോലെ ആൾ ഒത്തുകൂടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ദിവസവും ഇവർ ഇറങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ഈ ജില്ലയിലുള്ള സകല ആളുകളും നമ്മുടെ ഈ കട്ടപ്പന മാർക്കറ്റിൽ വന്നിട്ടാണ് പോകുന്നത്. ഇന്ന് അതുകൊണ്ട് തന്നെ ബസ്സുകളെല്ലാം തന്നെ ഓടുന്നുണ്ട്. ഒരുപാട് ബസ്സുകളും ഓടുന്നുണ്ട്. ഇതുകൊണ്ട് ഞാനിപ്പം സ്റ്റാൻഡിലോട്ട് വന്നു കഴിഞ്ഞു. ബസ് നിറച്ച ആൾക്കാർ, ഒരു രക്ഷയില്ല. ബസ് നിറച്ച ആൾക്കാർ, ബസ്സൊക്കെ തിങ്ങി നിറഞ്ഞാണ് പോകുന്നത്. ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബസ്സുകാരൻ്റെ അടുത്ത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് പോലും. എന്നെ ചെയ്യാനെന്ന് പറ, ഒന്നും പറയാൻ പറ്റുന്നില്ല. സ്റ്റാൻഡിൻ്റെ അകത്ത് കയറി വന്നിരിക്കുന്നു. സ്റ്റാൻഡിനകത്ത് ഈ സൈഡിൽ കൂടെ മുഴുവൻ ഒരു മാത്രമേ ഉള്ളൂ.